അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. നമുക്ക് എന്തെല്ലാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയും എന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെ തകർത്തു കളയുന്നു. ലോകമെമ്പാടും അതിരുകൾ ഇല്ലാത്ത സ്നേഹം പ്രസരിപ്പിക്കുക. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. എല്ലാം കൈവശമാക്കുന്നവർക്ക് ആത്യന്തികമായി ജീവിതത്തിന്റെ നിധി നഷ്ടമാകുന്നു. കൈവിട്ടവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആകുലത ഒരിക്കലും ഒന്നും നേടില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. മിക്ക സ്ത്രീകളും മറ്റ് സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. ചിലരുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുവിൽ എല്ലാ ദുഃഖവും മറന്ന് നാം പൊട്ടിച്ചിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നു. നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വിജയിക്കുക. വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തുനിൽക്കാറില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പടർന്നൊഴുകാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരനോട് നിങ്ങൾ പെരുമാറുന്ന രീതിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ധാരണ ലഭിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു അമ്മ തന്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാതെ സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. പിശാച് യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. ജീവിതം ഒരു തവണ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ സാധിക്കും. നാളെയുടെ പൂമൊട്ടുകൾ തേടിപ്പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക. ഒരിക്കൽ നമ്മോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്.
സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോഴും കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകും എന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന, എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ചു മനുഷ്യരാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ മാത്രമായിരിക്കും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിൻ്റെ ഏക പരിധി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ സാധിക്കും. ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയുടെ തുടക്കത്തിലെ നമ്മുടെ മനോഭാവമാണ് മറ്റെന്തിനേക്കാളും അതിൻ്റെ വിജയകരമായ ഫലത്തെ ബാധിക്കുക. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുമ്പോഴാണ് ഓരോ തിരസ്കാരവും ഉയരാനുള്ള വാശി നമ്മൾ നിറക്കുകയും ചെയ്യുന്നു. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല, കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല, എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നുപോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്, വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് നീ എപ്പോഴും ഓർക്കുക. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ നിന്നാണെങ്കിലും മനസ്സിൽ നിന്നുമായില്ല. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളടക്കം നിങ്ങളുടെ തന്നെ ശീലങ്ങളാണ്. അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം വ്യക്തിത്വമായി പരിണമിക്കുന്നു. ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം അവനെ ഒരിക്കലും വിട്ടുപോകാതെ നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. കൊഴിഞ്ഞ ഇന്നലെയോ വിടരാനിരിക്കുന്ന നാളെയോ അല്ല ജീവിതം, വിടർന്നു നിൽക്കുന്ന ഇന്നാണ് ജീവിതം.